ഇപ്പൊ നമ്മുടെ ഈ സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രേതങ്ങളുടെ കൂട്ടം ഒരു എനിക്ക് കേൾക്കുമ്പോ ഒരു കൂട്ടം പ്രേതങ്ങൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ്, മൊത്തം പ്രേതങ്ങൾ, അതെ മൊത്തം പ്രേതങ്ങൾ എന്നൊരു രീതിയിലാണല്ലോ. അപ്പോൾ ശരിക്കും റിയൽ ലൈഫിൽ നിങ്ങൾ പ്രേതങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? പ്രേതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല കഥ ബേസ് ചെയ്തില്ല, നിങ്ങൾ റിയൽ ലൈഫിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കാണ്ട്, എനിക്ക് പേടിയാ പ്രേതത്തിന്. ഞാൻ കണ്ടിട്ടില്ല, ഇല്ല, വിശ്വസിക്കുന്നില്ല. റിയൽ ലൈഫിൽ നിങ്ങൾ പ്രേതത്തിനെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കണ്ട, പേടിയാണ്, പക്ഷെ കണ്ടിട്ടില്ല. ഞാന് ചെറുപ്പത്തിലൊക്കെ എനിക്ക് പേടിയായിരുന്നു, ഇങ്ങനെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അധികം ലൈറ്റുകളൊന്നും വഴികളിലൊന്നും ഇല്ലാത്ത സമയമല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ എന്തെങ്കിലും അനങ്ങുന്ന കാണുമ്പോൾ നമ്മൾ ഓടിക്കളെ, നമ്മൾ വെറുതെ വല്ല വാഴയിൽ എന്തെങ്കിലുമൊക്കെ അനങ്ങുമ്പോൾ ഓടും. പക്ഷെ പിന്നീട് അങ്ങനെയുള്ള സീൻ വരുമ്പോൾ ഞാൻ അത് എന്താണെന്ന് പോയി നോക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം അതൊരു വാഴയിലേർന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരത്തിന്റെ കൊമ്പാണ് കാണിക്കുന്നത്. ഞാൻ ആ സംശയം തീർക്കും പോയി. അപ്പോൾ ഈ പ്രേതങ്ങളുടെ കൂട്ടം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ മാമലക്കണ്ടത്ത് ഒരു സംഭവം ഉണ്ടായി. അത് അവിടെ പാചകത്തിന് വന്ന ചേച്ചിയാണ് പറഞ്ഞത്. അവർ രാത്രി എന്തോ ജനലിൽ കൂടി ഇങ്ങനെ ഒരാൾ പോകുന്ന പോലെ, പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അങ്ങ് പാറപ്പുറത്ത് ദൂരെ പാറപ്പുറത്ത് ഒരു പട്ടിയും ഒരു പട്ടിയും പിന്നെ ഒരു ആൾ രൂപം നിൽക്കുന്ന പോലെ. അപ്പൊ ഞങ്ങള് സോണി അറിയാൻ നന്നായപ്പോ സോണി നിന്ന് ഷൂട്ട് ചെയ്ത സ്ഥലത്തൊക്കെയാണ് നിന്നിരുന്ന. ലാസ്റ്റ് സീൻ എടുത്തില്ലേ നമ്മള്, അവിടെയാണ് അതിനെ കണ്ടതെന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്നോട് അവര് അല്ല എന്നോട് കാണുന്ന പോലെ പേടിച്ചു. പിന്നെ നമുക്ക് അഭിനയം നമ്മുടെ മുഖത്ത് വരണ്ടേ, അത് ഒന്നും ആവൂല. ആ ഒരു ടെൻഷൻ ആയിരിക്കും. എന്താ ഷൂട്ടിംഗ് ഒക്കെ സന്ധ്യക്ക് പോകിട്ടിട്ട്. അന്ന് വേറെ സംഭവം ഉണ്ടായി. രാത്രി ഞങ്ങള് റൂം താഴെയാണ്, കുറച്ച് താഴെയാണ്. ഇങ്ങനെ കയറി പോകണം, അതായത് നല്ല കയറ്റമുണ്ട് ലൊക്കേഷനിൽ. അവിടെയാണ് ഞങ്ങളുടെ മെസ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അവിടെ ചെല്ലണം, റൂമിൽ നിന്ന് അങ്ങോട്ട് കയറണം. അപ്പോൾ രാത്രിയൊന്നും ലൈറ്റൊന്നും ഇല്ലല്ലോ വഴികളിലൊന്നും, ഭയങ്കര ഇരുട്ടാ. ഇവരിങ്ങനെ കയറി പോകണം. സോണി ഉണ്ടായിരുന്ന പാമ്പിനെ ആദ്യം കാണുന്ന അല്ലേ, അവര് കയറി ചെന്നപ്പോ ഇവരൊക്കെ ഒച്ചയെടുത്തോണ്ട് ഓടണം പെണ്ണുങ്ങളൊക്കെ. ഞങ്ങള് ഇതറിഞ്ഞിട്ട് ഞങ്ങള് റൂമിൽ നിന്ന് അത് കഴിഞ്ഞാണ് ഞങ്ങൾ പിന്നെ പോകുന്നത്. അപ്പൊ എന്നോട് അവിടെ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ് അണലി ഉണ്ടട്ടാ. എന്റെ ഒരു ഇതെന്ന് നോക്കിയേ, എന്റെ മുമ്പിൽ തന്നെ അപ്പൊ ഈ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് പാമ്പ് ഇറങ്ങിയിട്ടുണ്ടാന്ന് പറഞ്ഞ്. പിന്നെ സത്യം പറഞ്ഞ എനിക്ക് ഈ സാധനം പേടിയാണ്. ഇവര് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ പിന്നെ നായകനാകുമ്പോ നമ്മ രക്ഷിക്കണല്ലോ. ഞാൻ ഈ മൊബൈൽ ടോർച്ചായിട്ടാണ് വരുന്നത്. കറക്റ്റ് എന്റെ മുമ്പില് ഒരു ചാട്ട ചാടി അപ്പുറത്തേക്ക് ഭയങ്കര ലക്കാണത്. അങ്ങോട്ട് കൊക്കെയാണ് സൈഡില്. ഓ അത് ഭയങ്കര സീനായി പോയി. എന്നിട്ട് ആ സൈഡിൽ കൂടി ഞാന് വിനീഷ് എന്ന് പറഞ്ഞൊരു നടനുണ്ടായിരുന്നു. പുള്ളിയാണ് അതിനെ ഓടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തന്നെ, എന്നെ പോണ കാണിച്ചു തന്നു. എന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് സ്റ്റെപ്പ് വെച്ചത്. എന്തായാലും ധൈര്യത്തെ അവിടെ നിന്നു. ഞാൻ പേടിച്ചത് അതുകൊണ്ടല്ല, ഞാൻ രാവിലെ ഷൂട്ട് ചെയ്ത പാറയുടെ അടിയിൽ നിന്നാണ് ഈ സാധനം വന്നേക്കണത്. തൊട്ടപ്പുറത്ത് അവിടെ ഞാൻ ഇരുന്നുള്ള സീനാണ് ഷൂട്ട് ചെയ്യണത്. അത്ര സമയം ഞാൻ അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്ത് ഈ സാധനം പുറത്തുനിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ നല്ല പേടിച്ചായിരുന്നു. സുബൈർക്കൊക്കെ വയ്യാതായത് മാത്രമേ ഉള്ളൂ ഞാൻ അറിഞ്ഞത്. ഞാൻ ടെൻഷൻ അടിച്ചത്. സുബൈർക്ക എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചുവേദന രാത്രി നിലവിളി. ഞങ്ങൾ ഒരുമിച്ചാണ് കിടക്കുന്നത്. ഞാനും സുബൈറും ഫ്രാങ്ക്ലിയൊക്കെ ഒരുമിച്ച് റൂമിലായിരുന്നു. രാത്രിയപ്പോ പുള്ളിക്ക് ഭയങ്കര പ്രയാസം വന്നിട്ട് എന്നോട് നിക്സ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഞാൻ മരിക്കാൻ പോണെന്ന്, എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കണം.
ഞാൻ പറയുന്നത് നിങ്ങൾ എന്നോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ? നിക്സം വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു. എന്നിട്ട് പുറത്തോട്ട് വണ്ടി വന്ന് ഇങ്ങനെ അതപ്പോ ഞാനൊക്കെ സുബൈർക്ക് എന്ത് പറ്റിയെന്ന് വെച്ചപ്പോ ഇപ്പൊ നമ്മൾ ചിരിക്കുന്ന നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ എന്നെയൊക്കെ കളിയാക്കി കൊല്ലണ മനുഷ്യനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സുബൈർക്കാന്നൊരു കാരനെ പറഞ്ഞു, മോളെ നീ ക്ഷമിക്കണോട്ടെ ഞാൻ കളിയാക്കിട്ടുണ്ടെങ്കിൽ. എല്ലാരോടും ക്ഷമ എല്ലാവരും ക്ഷമ ചോദിച്ചിട്ട് പിന്നെ ഞങ്ങളവിടെ ഒരു പ്രാർത്ഥനയും കാര്യമായിട്ട് ഞങ്ങൾ ഇരുന്ന് ഇരിപ്പ്. കാരണം പോയിട്ട് സന്തോഷമായിട്ട് വരണേ, ആശുപത്രിയിലാണെങ്കിൽ സന്തോഷം. പോണ വഴിക്ക് ആന പിടിച്ചു വരാ, അതാണ് ഏറ്റവും വലിയ സംഭവം. ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു വരാ. പക്ഷെ ഇയാൾക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ? ആ ഡ്രൈവർ ഉണ്ടല്ലോ, പുള്ളി ഒന്നും നോക്കിയില്ല, ആനയുടെ മുമ്പിൽ കൂടി തന്നെ പുള്ളി എടുത്തോണ്ട് പോയി. അത് ഭയങ്കര ധൈര്യമായിട്ട് പുള്ളിയാണ്, ഭയങ്കര ധൈര്യമാണ്. പുള്ളി അങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഒന്നാമത് ഫോറസ്റ്റ് ഏരിയ, ഇതില് കൊറേ അനുഭവങ്ങളും ഉണ്ടായിരുന്നു. നല്ല രസകരമായ അനുഭവങ്ങളുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ.